അപ്പം അങ്ങനെ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. കുട്ടികൾ ഭയങ്കര കൂടുതലായി. അപ്പോൾ ചേട്ടനെ എത്താൻ പറ്റണില്ല. അപ്പോൾ ഈ സുധീറിനെ പരിചയപ്പെട്ടത് നമ്മുടെ വൈശാഖ് ബിജോയ് എന്ന് പറ മാടത്തക്കിളി എന്നുള്ള പാട്ട് പാടിയിട്ടില്ലേ, അവൻ ചെറുതാണ്. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയിട്ട് ചേട്ടൻ ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ വെച്ചിട്ടാണ് സുധീറുമായിട്ട് പരിചയപ്പെട്ടത്. അപ്പം ഞങ്ങൾ ശരിക്കും ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരാൻ കാരണക്കാരൻ സുധീറാണ്. ഒരു ധൈര്യം തന്നത്. നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യമല്ലേ ഇതൊക്കെ. അങ്ങനെ പിള്ളേർ കൂടി കഴിഞ്ഞപ്പോൾ എല്ലാ സ്ഥലത്തും ചേട്ടനെ എത്താൻ ബുദ്ധിമുട്ട്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എവിടെയെങ്കിലും ഒരു കുഞ്ഞു സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ. ഞങ്ങളന്ന് റെൻറ്റിനാണ് താമസിക്കുന്നത്. ചിറ്റൂർ മോൻ്റെ സ്കൂള് SBOA സ്കൂളായിരുന്നു ചിറ്റൂർ. അപ്പം അവിടെ അടുത്ത് ഒരു എഡിസൺ ചേട്ടനുണ്ട്, അവരുടെ ടേസ്റ്റ് ബേക്കറി ഓണർ. അവരുടെ വീട് ചിറ്റൂരാണ്. ആ വീട്ടിൽ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ റെൻറ്റിന് താമസിക്കുക. അപ്പോൾ അങ്ങനെ അവിടെ താമസിക്കുമ്പോൾ ചേട്ടൻ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും, ഇങ്ങനെ ഒരു സ്ഥലം കാണിച്ചു തന്നാൽ അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇത്രയും വെയിലും മഴയും കൊണ്ട് ജോയിച്ചൻ ഓടണ്ടല്ലോ, നടക്കണ്ടല്ലോ എന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ പ്രാർത്ഥനയുടെയൊക്കെ ഫലമായിരിക്കും ഈശോ ചേട്ടൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പാരൻറ്റ് പ്രദീപേട്ടൻ പറഞ്ഞു, സാറിന് വേണമെങ്കിൽ വാഴക്കാലിൽ എൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, സാറ് വേണമെങ്കിൽ അവിടെ ക്ലാസ് എടുത്തോ, ഒരു ചെറിയൊരു സ്ഥാപനം പോലെ ഒന്ന് തുടങ്ങി നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ധൈര്യമില്ല. അത് 8th ഫ്ലോറിലാണ്, നമ്മുടെ സൂര്യ TV ഉണ്ടായിരുന്ന ബിൽഡിങ്. അപ്പോൾ അങ്ങനെ അവിടെ ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ 8ാമത്തെ ഫ്ലോർ. അവിടെ ആണെങ്കിൽ കറണ്ടില്ല, ജനറേറ്ററാണ്. ലിഫ്റ്റ് ഉണ്ട്, പക്ഷെ ജനറേറ്റർ വെച്ചിട്ടാണ്. ചില സമയത്ത് ലിഫ്റ്റും വർക്ക് ചെയ്യില്ല, അപ്പോൾ കയറണം. അങ്ങനെ ഞങ്ങൾ മനമില്ല മനസ്സോടെ ഓക്കെ പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, എനിക്ക് അഡ്വാൻസ് വേണ്ട. അതാണ് ദൈവം പ്രവർത്തിക്കണമെന്ന് ഞാൻ പറയണത്. ദൈവം ഞങ്ങളുടെ ലൈഫിൽ ഉടനീളം കൂടെയുണ്ട്. അതെ. അപ്പം അങ്ങനെ റെൻറ്റ് 6 മാസത്തെ റെൻറ്റും വേണ്ട, അഡ്വാൻസും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ 750 സ്ക്വയർ ഫീറ്റ്സ് ഉള്ളൊരു സ്ഥലത്ത് ക്ലാസ് തുടങ്ങി. ഭയങ്കര റെസ്പോൺസ്. അപ്പോൾ ആലുവയിലെ ഒരു ഫാമിലീനെ, അവിടുത്തെ ഒരു കുട്ടീനെ ചേട്ടൻ പഠിപ്പിക്കുന്നു, സുനിലേട്ടനും രാജി ചേച്ചിയും. അപ്പോൾ അവർ ദുബായിൽ ബിസിനസ്സാണ്. അപ്പോൾ അവരങ്ങനെ സാറിന് എന്താ സാറ് ഡൊണേഷനൊന്നും ചോദിക്കാത്ത സ്കൂൾ തുടങ്ങണേന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എനിക്കങ്ങനെയൊന്നും വേണ്ട ചേച്ചി അതുകൊണ്ട് പോന്നു. പക്ഷെ ആ ചേട്ടൻ അന്ന് വൈകുന്നേരം സ്കൂൾ വന്ന് കണ്ടു. അപ്പോൾ വന്ന് കണ്ടിട്ട് തിരിച്ചു പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ കൊണ്ട്, പണിക്കാരെ കൊണ്ടാണ് വന്നത്. വൈകിട്ട് വന്നിട്ട് സീലിംഗ് ഒക്കെ ചെയ്ത് കാർപ്പറ്റൊക്കെ ഇട്ട് AC ഒക്കെ വെച്ച് തന്ന് ഒരു പിയാനോ മേടിച്ച് തന്നു. അതാണ് അവിടെ കിടക്കുന്ന ആദ്യത്തെ പിയാനോ. അങ്ങനെ ഉണ്ടായതാണ് ജോയ്സ് അക്കാഡമി. പക്ഷെ അവിടെ നിന്ന് ആ സ്ഥലവും മതിയാവാതെ വന്നു. പിള്ളേർ നമ്മൾ വിചാരിക്കാത്തൊരു റെസ്പോൺസാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ അത് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങളൊരു ചെറിയ സ്ഥലം, വീട് എവിടെയെങ്കിലും ചെറിയൊരു വീട് കിട്ടിയാൽ നമുക്ക് താഴെ താമസിക്കാം, മുകളിൽ സ്കൂളാക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്ന് കുറേ നടന്നു. അങ്ങനെ നടന്ന ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഓണർ ഇവിടെ മാവേലിപുരം ഒരു അൻവറിക്കയാണ്. അപ്പം ഞങ്ങൾ അദ്ദേഹത്തിനെ കാണാൻ വന്ന് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കുറേ നേരം അങ്ങ് കേട്ടിരുന്നിട്ട് പറഞ്ഞു, സ്കൂൾ വേണമെങ്കിൽ നിങ്ങൾ ഈ ബിൽഡിങ്ങിൻ്റെ മേലെ തുടങ്ങിക്കോളാൻ. അവരുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ മേലെ ടെറസാണ്. അദ്ദേഹം അവിടെ ഷീറ്റൊക്കെ ഇട്ട് സീലിംഗ് ഒക്കെ ചെയ്ത് ഫ്ലോറിംഗ് ഒക്കെ ചെയ്ത് തന്നു, സൈഡൊക്കെ മറച്ച്. പിന്നെ ഞങ്ങളതിൻ്റെ ഉള്ളിലൊരു 10-15 ലക്ഷത്തിൻ്റെ ആർട്ട് വർക്ക്, 15 ലക്ഷത്തിൻ്റെ ആർട്ടല്ല, ബാക്കിയുള്ള പാർട്ടീഷൻസ്, പെയിൻറ്റിങ്, കുറേ കാര്യം, AC, അതൊക്കെ ഞങ്ങൾ ചെയ്ത് നല്ലൊരു സ്കൂളാക്കി.
അത് കേരളത്തിൽ അങ്ങനെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നില്ല. അതാണ് രണ്ടാമത്തെ ജോയ്സ് അക്കാഡമി. അങ്ങനെ അത് 2000 കുട്ടികളിൽ മേലെ നമുക്ക് വന്ന് പഠിച്ച് അത് ഡെയിലി അങ്ങനെ വരികയല്ല, വന്ന് പോയിക്കൊണ്ടിരിക്കുമല്ലോ. മ്യൂസിക് അങ്ങനെയല്ലേ, കുറച്ച് നാൾ പഠിക്കും, പിന്നെ പിള്ളേർ പരീക്ഷ വരുമ്പോൾ നിർത്തും, അങ്ങനെയാണല്ലോ. അപ്പം അത്രയും നമുക്ക് അഡ്മിഷൻസ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡ് വന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്തു. അതെല്ലാം പൊളിച്ച് നമ്മൾ നമ്മുടെ വീടിൻ്റെ ടെറസിൽ ഇപ്പോഴും ആ സാധനങ്ങളുണ്ട്. വലിയ വലിയ RLVയിൽ വർക്ക് ചെയ്തിരുന്ന, RLVയിൽ പഠിച്ച കുറേ ആർട്ടിസ്റ്റുകൾ വരച്ച ചിത്രങ്ങളാണ് അതൊക്കെ. ഇപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞങ്ങളിങ്ങനെ കോവിഡ് വന്ന സമയത്ത് ചേട്ടന് ഒരു ആൻജിയോപ്ലാസ്റ്റി, ആദ്യം 2010 ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് 2015 ആയപ്പോഴും 2020 ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് സിവിയർ ആർത്രൈറ്റിസ്. ഞാൻ ഫുൾ സ്റ്റിഫായിപ്പോയി. അത് കൈയും കാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കഴുത്ത് മാത്രം ഇങ്ങനെ അനക്കാം, ഇതൊന്നും അടങ്ങൂല കൈയൊന്നും. അങ്ങനെ ഒരു 4-5 മാസത്തോളം. അപ്പം മോൻ ചെന്നൈയിലാണ് പഠിക്കണത്. അവനെ കാണാൻ ഞങ്ങൾ പോയതാ. പക്ഷെ അവിടെ വെച്ച് എനിക്കിത് സിവിയറായി. അങ്ങനെ എന്നെ അവിടെ നിന്ന് നാട്ടിൽ കൊണ്ടുവന്നു, ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഞാനൊന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഒരു ജൂൺ ജൂലൈ ഒക്കെ ആയപ്പോഴേക്കും എഴുന്നേറ്റ്. 2021 അപ്പോൾ നമുക്ക് കോവിഡുള്ള സമയമാണ്. ഞാനൊന്ന് റിക്കവറായി വന്നു കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര ബ്ലീഡിങ്, സ്റ്റോപ്പ് ആകണില്ല. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഓവറിയിലൊരു സിസ്റ്റ് ഉണ്ടെന്ന് കണ്ടു. അങ്ങനെ അത് ചെക്ക് ചെയ്ത് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഇൻഫെക്റ്റഡ് ആണെന്ന് അറിഞ്ഞു. അങ്ങനെ ഉടനെ രാജഗിരിയിൽ അത് സർജറി ചെയ്തു. ഓപ്പൺ സർജറി ആയിരുന്നു. അങ്ങനെ അതിൻ്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് എഴുന്നേറ്റ് നടന്നു തുടങ്ങിയപ്പോൾ ഹെർണിയയുടെ ഒരു വലിയ പ്രോബ്ലം വന്നു. അത് ആസ്റ്ററിലായിരുന്നു, ഡോക്ടർ പ്രകാശായിരുന്നു. ഇങ്ങനെ ഇതാണ് ഇതുവരെയുള്ള ജീവിതം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ എനിക്ക് ഒരുപാട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഞാനിപ്പോഴും ഇങ്ങനെ ഇരുന്ന് മോളോട് സംസാരിക്കുന്നത്. നമ്മൾ എന്ന് പറയുന്നത്, ഞാൻ ചേച്ചിയോട് കഴിഞ്ഞ് സംസാരിക്കുമ്പോഴും ഇത്രമേൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ ഒരു തീച്ചൂളയിലൂടെ കടന്നു പോയിട്ടും എല്ലാം വളരെ ലൈറ്റായിട്ട് എന്നോട് ഇപ്പോൾ പറഞ്ഞ ഓപ്പറേഷൻ കാര്യമൊക്കെ ചേച്ചി വളരെ ചിരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. ഇവിടെ തൊട്ട് ഇവിടെ വരെ കീറി വെച്ചിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇത് ചോദിക്കുമ്പോഴും അതിനെ വളരെ ലൈറ്റായിട്ട് എടുക്കാൻ പറ്റുന്നുള്ളൂ. ജീവിതത്തിൽ ഈ പ്രതിസന്ധികളിലൊക്കെയും തരണം ചെയ്ത് ദൈവവും, അതുപോലെ തന്നെ ചേച്ചിയോട് ഇത്രയും നേരം സംസാരിച്ചിരുന്നപ്പോൾ എനിക്ക് തോന്നിയത്, ഇത്രമേൽ ഒരു മനുഷ്യന് മറ്റുള്ളവരോട് നന്ദിയോടെ പെരുമാറാൻ പറ്റുമോ. ഓരോ പേരുകളും ജീവിതത്തിൽ കടന്നു പോയപ്പോൾ ഉണ്ടായ ഓരോ പേരുകളും ഓർത്ത് വെച്ച് പറയുന്ന ചേച്ചീനെ എനിക്കറിയില്ല, ഞാൻ ജീവിതത്തിൽ ഇത്രമേൽ നന്ദിയുള്ളൊരു മനുഷ്യരെ വേറെ കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ. ഇത്രയും ആദ്യത്തെ പാട്ട് തൊട്ട് ആ ചെറിയ പ്രായത്തിലെ ആൾക്കാർ തൊട്ട് ഇന്നലെ മിണ്ടിയ ആൾക്കാരെ വരെ ഓർത്ത് പറയുന്ന എനിക്ക് പറയാൻ വാക്കുകളില്ല ചേച്ചി. കാരണം എങ്ങനെ ഒരാൾക്ക് പെരുമാറാൻ സാധിക്കുന്നു എന്ന് ഞാൻ ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഓരോ ഘട്ടങ്ങളിലും ഞാൻ ആലോചിച്ചു, എങ്ങനെ ചേച്ചി ഈ പേര് നമുക്ക് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ളൊരു അവസരം കൂടിയായിരുന്നു എന്ന് തോന്നുന്നു ദൈവം എനിക്കായിട്ട് ചേച്ചീനെ മുന്നിൽ കൊണ്ടുവന്നത്. കാരണം മനുഷ്യരുടെയും ജീവിതത്തിലുണ്ട്. അതെ, നന്ദിയുള്ളവരാണെന്ന് പറയെങ്കിലും എങ്ങനെയാ ചേച്ചി ഓരോ പേരുകളും ഓർത്ത് വെച്ച് ഇത്ര 10 വയസ്സിൽ ഉടുപ്പ് തന്ന പെൺകുട്ടി മുതൽ എല്ലാവരെയും, ഇന്നലെ സ്കൂളിന് വേണ്ടി വന്ന എല്ലാവരെയും ഓർത്ത് ദൈവം ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെയാണ് ഞാൻ ഇന്ന് ഈ ഇത്രയും നല്ലൊരു ദിവസത്തിൽ എനിക്ക് ദൈവം ഇങ്ങനെ തന്നെ സ്നേഹിക്കുന്നുണ്ട്. അതെ, ദൈവത്തിന് ഒരിക്കലും ഒരു എന്താ പറയുക, അവിടെ കുറച്ച് കൂടുതൽ ഇവിടെ കുറച്ച് കുറവ് അങ്ങനെ ഇല്ല. ദൈവം എന്നെയും മോളെയും ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്. ആ ദൈവത്തിന് എന്തോരം നന്ദി പറഞ്ഞാലും മതിയാവില്ല. കേട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകൾ അത്രയും ആരാധനയോടെ ഞാൻ സംസാരിക്കാൻ വന്ന ഒരാൾ
ഇന്ന് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിട്ട് മാറിയ ഇൻ്റർവ്യൂ ആയിരുന്നു. ഒരുപാട് സന്തോഷം ചേച്ചി. ഇത്രയും നന്മ നിറഞ്ഞ, ഇത്രയും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. ഞാനിതൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി വെറുതെ പറയുന്നതേ അല്ല. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ്. ഇനി ഒരുപാട് കാലം ഇതേപോലെ തന്നെ ചേച്ചി ഒട്ടും മാറണ്ട. ഇത്രയും നല്ല ഒരാളെ എനിക്ക് മാറാൻ പറ്റില്ല മോളെ. എൻ്റെ അനുഭവങ്ങൾ അങ്ങനെയാണ്. കാരണം കുപ്പയിലെ മാണിക്യം എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. എന്നെ അങ്ങനെയാണ് ദൈവം വെച്ചേക്കണേ. ദൈവം എന്നെ അങ്ങനെ എടുത്ത് ഉപയോഗിച്ചു. ഏറ്റവും ഭയങ്കര വലിയ കാര്യങ്ങൾ കണ്ടാലും എനിക്കൊന്നും തോന്നില്ല. ഞാനതൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ എന്നെ ദൈവം അവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെ ഇരിക്കാനാണ്, ഇങ്ങനെ ഈ സിമ്പിളായിട്ടിരിക്കാനാണ് എനിക്ക്. സിമ്പിൾ എന്നാണോ ഇതിനെ പറയേണ്ടതെന്ന് എനിക്കറിയാം. ഞാനിതാണ് സിമ്പിൾ എന്നാണോ അതിൻ്റെ വാക്കെന്ന് എനിക്കറിയില്ല. ഇതിലും സിമ്പിളായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെ ഇരിക്കാനാണ് എനിക്കിഷ്ടം. ഈ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സമാധാനവും സന്തോഷമുണ്ട്. എന്നെ കാണുന്നവരൊക്കെ ചേച്ചി പാടണില്ലേ, ചേച്ചി എന്താ പാടാത്തെ എന്ന് ചോദിക്കുമ്പോഴും അവരാ നഷ്ടം ചിന്തിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ആ നഷ്ടം ചിന്തിക്കേണ്ടി വരാറില്ല. കാരണം ഞാൻ അത്രമേൽ സംരക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അത്രമേൽ എന്നെ സൂക്ഷിക്കുന്നുണ്ട് ചേട്ടൻ. അതെ, ഞാനത് വെറുതെ പറയണതല്ല. അത് എന്താ പറയുക, ഒരുപാട് 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 സന്തോഷവും ദൈവത്തിനോട് എനിക്കും നന്ദിയുണ്ട്. ചേച്ചീനെ ഇങ്ങനെ ഒരു അവസരത്തിൽ എനിക്ക് സംസാരിക്കാനും പറ്റില്ല ഇത്രയും സമയം. ചേച്ചി ഓരോ പ്രാവശ്യം പറഞ്ഞ, കാരണം ജോയി ചേട്ടൻ അത്രമേൽ എന്താ പറയുന്നത് പൊന്നുപോലെ വെച്ചിരിക്കുന്ന ഒരാളാണ് മിൻമിനി ചേച്ചി എന്ന് നമുക്കും ഇവിടെ വന്ന് ഇത്രയും സമയം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി. ഒരുപാട് സന്തോഷം ചേച്ചി. ഇനിയും വരുന്ന വർഷങ്ങളിലെല്ലാം പാട്ടായിട്ടും ആളായിട്ടും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ എല്ലാവിധ ഇഷ്ടം പോലെ നടക്കട്ടെ. അതെ, ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.